നമ്മൾ നിർത്തിയ ഇടത്തു നിന്നും തുടങ്ങാം. ആദിത്യന്റെ തോളിൽ അമർന്ന ആ തണുത്ത വിരലുകൾ അവനിൽ ഒരു മിന്നൽപ്പിന്നടക്കമുണ്ടാക്കി. ശരീരം മുഴുവൻ തണുത്തു വിറച്ചു. അവൻ പതുക്കെ പിറകോട്ട് തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരുമുണ്ടായിരുന്നില്ല. കട്ടികൂടിയ ഇരുളും പൊടിപിടിച്ച ആ പഴയ മുറിയും പിന്നെ അവന്റെ സ്വന്തം നിഴൽ മാത്രം. ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് അവൻ വീണ്ടും നോക്കി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ആ കറുത്ത കോട്ടണിഞ്ഞ രൂപവും അപ്രത്യക്ഷമായിരിക്കുന്നു. സ്ക്രീനിൽ ഇപ്പോൾ മറ്റൊരു സന്ദേശം മാത്രം മിന്നുന്നുണ്ടായിരുന്നു. നീ നിന്റെ നിഴലിനെ പോലും വിശ്വസിക്കരുത് ആദിത്യൻ. അവൻ അവിടെ നിന്ന് പിന്മാറി കിതച്ചുകൊണ്ട് നേരെ ഓഫീസിലേക്ക് തിരിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവന് ഒരു പിടിയും കിട്ടുന്നില്ല. അതൊരു വെറും ഭ്രമണമായിരുന്നോ? അതോ തന്നെ ആരെങ്കിലും മനഃപൂർവ്വം കളിപ്പിക്കുകയാണോ? താനൊരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറാണ്. ഡിജിറ്റൽ ലോകത്തെ ഏത് രഹസ്യവും തനിക്ക് മുന്നിൽ തുറക്കാനാകുമെന്ന അഹങ്കാരമായിരുന്നു അവന്. എന്നാൽ തന്നെക്കാൾ വലിയൊരു ശക്തി ഈ കളികൾക്കെല്ലാം പിന്നിലുണ്ടെന്ന് ആദിത്യന് ആ നിമിഷം മനസ്സിലായി. രാത്രി വീണ്ടും ഉറക്കമില്ലാത്തതായി മാറി. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലെത്തിയ ആദിത്യനെ തേടിയെത്തിയത് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരമാണ്. കഴിഞ്ഞ ഒരു മാസമായി കമ്പനിയുടെ പ്രധാന സെർവറുകളിൽ നിന്നെല്ലാം അതീവ രഹസ്യമായ ചില ഡാറ്റകൾ ചോരുന്നുണ്ട്. അത് ചോർത്തുന്നത് ആരാണെന്ന് കണ്ടെത്താൻ കമ്പനി ചുമതലപ്പെടുത്തിയത് സാക്ഷാൽ ആദിത്യനെ തന്നെയാണ്. അവൻ തന്റെ കമ്പ്യൂട്ടറിൽ സിസ്റ്റം ലോഗുകൾ പരിശോധിക്കാൻ തുടങ്ങി. ഓരോ ഫയലുകളായി തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ആ ഡാറ്റ ചോർച്ച നടന്നിരിക്കുന്ന IP അഡ്രസ് മറ്റൊടത്തുനിന്നുമല്ല, കഴിഞ്ഞ ദിവസം അവൻ പോയിരുന്ന ആ ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറിയിൽ നിന്നാണ്. മാത്രമല്ല ആ ഡാറ്റയുടെ പ്രധാന ലക്ഷ്യം ആദിത്യന്റെ സ്വന്തം ലാപ്ടോപ്പും. താൻ അറിയാതെ താനൊരു വലിയ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്കും അവന്റെ ഓഫീസ് ഡെസ്കിലിരുന്ന ലാൻഡ്ലൈൻ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ആരും എടുക്കാത്ത ആ ഫോൺ അടിത്തടയാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള സഹപ്രവർത്തകരെല്ലാം അവനെ തന്നെ നോക്കുന്നുണ്ട്. വിറയാർന്ന കൈകളോടെ ആദിത്യൻ ആ റിസീവർ എടുത്തു കാതിൽ വെച്ചു. അപ്പുറത്തുനിന്ന് വീണ്ടും ആ പഴയ മെക്കാനിക്കൽ ഫ്രീക്വൻസി ശബ്ദം കേട്ടു. തുടർന്ന് ഒരു യന്ത്രശബ്ദം വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു: ആദിത്യൻ, നീ നിന്റെ കമ്പനിയുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലേ? പക്ഷേ നിന്റെ സ്വന്തം ജീവിതത്തിന്റെ രഹസ്യം നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നത് പോലും ഒരു മിഥ്യയാണ്. ഫോൺ കട്ടായി. ആദിത്യന്റെ കൈകളിൽ നിന്ന് റിസീവർ താഴേക്ക് ഊർന്നു വീണു. ഓഫീസ് മുറിയിലെ കമ്പ്യൂട്ടർ സ്ക്രീനുകളെല്ലാം പെട്ടെന്ന് ഒരേ സമയം ഓഫായി വീണ്ടും ഓണായി. എല്ലാ സ്ക്രീനുകളിലും ഒരേ ഒരു ചിത്രം മാത്രം തെളിഞ്ഞു വന്നു. ആദിത്യൻ കിടക്കുന്ന ഒരു ആശുപത്രി കിടക്കയും അവന്റെ ജീവൻ നിലനിർത്തുന്ന മെഷീനുകളുടെ കൺട്രോൾ പാനലുകളും. ഈ നഗരത്തിൽ ജീവിച്ചിരിക്കുന്ന ആദിത്യൻ യഥാർത്ഥത്തിൽ ആരാണ്? അവൻ കാണുന്നതെല്ലാം സത്യമാണോ? അതോ അവന്റെ ബോധം മാത്രം എവിടെയോ കളിപ്പിക്കപ്പെടുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത ഭാഗത്തിൽ